ഇന്ന് കർക്കടകം 25 ഇന്ന് തിരുവാതിര നക്ഷത്രമാണ്. ഇന്ന് ദ്വാദശി പക്ഷമാണ്. ഈ ദിവസത്തിൽ എന്താണ് നമ്മൾ രാമായണ കഥ അറിയാത്തവരായിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ല. പിന്നെ എന്താണ് നമ്മൾ പറയേണ്ടത്? ഓം എന്ന ശബ്ദത്തിൽ നിന്ന് അതിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ക്ഷേത്രമാണ് ഓം ചിറ പരബ്രഹ്മക്ഷേത്രം. ഓം എന്ന നാദവും കാലബോധവും പരബ്രഹ്മമൂർത്തിയും രാമായണവും തമ്മിൽ എന്താണ് ബന്ധം? ഓം എന്നത് എല്ലാ ദൈവങ്ങളുടെയും നാമം ഉച്ചരിക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ പറയുന്ന ശബ്ദമാണ് ഓം. ഓം നമഃശിവായ, ഓം നാരായണായ, എല്ലാത്തിനും ഓം ചേർക്കും. എന്താണ് ഈ ഓം? പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർ അക്കൂട്ടത്തിൽ ശരീരം മാത്രമായിട്ട് ഉണ്ണലും ഉറങ്ങലും ഉണ്ണിയുണ്ടാക്കലും വിസർജിക്കലും മാത്രം നടത്തുന്ന ഒരു മൃഗം മാത്രമായിരിക്കുന്ന മനുഷ്യനിൽ നിന്ന് ആധുനിക മനുഷ്യനിലേക്ക്, ആന്തരിക വെളിച്ചത്തിലേക്ക് മാറുന്നത് ഓംകാരത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് ആദിമ മന്ത്രം ഓം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഓം ആദിമ മന്ത്രമാവുന്നത്? മനുഷ്യന് പുറത്തുള്ള വെളിച്ചം കാണുന്നവരെല്ലാം മൃഗങ്ങളാണ്. പുറത്തുള്ള വെളിച്ചം മാത്രം കാണുന്നവർ മൃഗങ്ങളാണ്. 3 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലുണ്ടായിരുന്ന ദിനോസറുകൾക്കും കണ്ണുണ്ടായിരുന്നു. ആനക്കും പശുവിനും പട്ടിക്കും പൂച്ചക്കും തേളിനും അരണക്കും ഓന്തിനും പാമ്പിനും എല്ലാം കണ്ണുണ്ട്. അവരെല്ലാം പുറത്തുള്ള വെളിച്ചം കാണാറുണ്ട്. പക്ഷേ അവർക്കൊന്നും തന്നെ അകത്ത വെളിച്ചമുണ്ടായിരുന്നില്ല. അവർക്കിത് ഭൂമിയാണെന്നറിയുമായിരുന്നില്ല. ഉദിച്ചു വരുന്ന സൂര്യനാണെന്നറിയുമായിരുന്നില്ല. അവരുടെ സ്വന്തം പേരും അറിയായിരുന്നില്ല. എല്ലാറ്റിനും പേരിട്ടത് മനുഷ്യനാണ്. എങ്ങനെയാണ് മനുഷ്യൻ എല്ലാറ്റിനും പേരിടാൻ കഴിഞ്ഞത്? അവൻ്റെ ഉള്ളിലെ വെളിച്ചം കൊണ്ടാണ്. ആ വെളിച്ചം എങ്ങനെയാണ് ഉണ്ടായത്? കാലബോധത്തിൽ നിന്ന്. കാലബോധം എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ടാണ് ഞാനിന്ന് പറഞ്ഞത് 2026 ആഗസ്റ്റ് മാസം 11-ാം തീയതിയാണ്, കർക്കടക മാസം 25-ാം തീയതിയാണ് എന്ന് നിങ്ങളുടെ വീട്ടിലെ പട്ടിക്കോ പശുവിനോ പൂച്ചക്കോ അറിയാവോ? ഇല്ല. നമ്മൾ കാലത്തെ പലതാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസത്തെ മൃഗങ്ങൾക്ക് ഇരുട്ടുമുണ്ട്, വെളിച്ചമുണ്ട്. ഇരുട്ട് കാണുന്നു, അപ്പോൾ കിടന്നുറങ്ങും. വെളിച്ചം കാണുമ്പോൾ ഉണരും. പക്ഷെ ഇരുട്ടുള്ളത് രാത്രിയാണെന്നും വെളിച്ചമുള്ളത് പകലാണെന്നും രാവും പകലും ചേരുന്നത് അഹർനിശം ഒരു ദിവസമാണെന്നും 7 ദിവസം ചേരുമ്പോൾ ഒരു വാരമെന്നും 2 വാരം ചേരുമ്പോൾ ഒരു പക്ഷമെന്നും 2 പക്ഷം ചേരുമ്പോൾ ഒരു മാസമെന്നും 6 മാസം ചേരുമ്പോൾ ഒരു അയനമെന്നും 2 അയനം ചേരുമ്പോൾ ഒരു വർഷമെന്നും 12 വർഷം ചേരുമ്പോൾ വ്യാഴവട്ടമെന്നും 10 വർഷം ചേരുമ്പോൾ ദശകമെന്നും 100 വർഷം ചേരുമ്പോൾ നൂറ്റാണ്ടെന്നും അറിയുന്നത് മനുഷ്യന് മാത്രമാണ്. കാലബോധം. ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് ഒരു പക്ഷിക്കും മൃഗത്തിനും അറിയില്ല. നമുക്ക് മാത്രമേ അറിയൂ. ഈ കാലത്തെ തന്നെ ദിവസത്തെ പലതായി മുറിച്ചു നമ്മൾ. എങ്ങനെയാ ദിവസത്തെ മുറിച്ചത്? ആദ്യം മുറിച്ചത് യാമങ്ങളായിട്ടാണ്. യാമങ്ങൾ അറിയാൻ എന്തായിരുന്നു മാർഗം? അന്ന് ക്ലോക്കും ടൈം പീസും അലാറൊന്നും ഇല്ലാത്ത കാലത്ത് യാമങ്ങൾ അറിയണമെങ്കിൽ അമ്പലങ്ങളിൽ നിന്നും കൊട്ടാരങ്ങളിൽ നിന്നും ശംഖ് വിളിക്കും. അപ്പോൾ ഒരു യാമം കഴിഞ്ഞു. യാമശംഖുലിവാനിലുയർന്നോ സോമശേഖര ബിംബമുണർന്നോ എന്ന പാട്ടുണ്ട്. യാമങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നാഴികകളായി, വിനാഴികകളായി. നാഴികകൾ കേട്ടിട്ടില്ലേ? 7:30 പുലരാൻ 7:30 നാഴിക വെളുപ്പിന് ഉണർന്നോ എന്ന് പറയുന്നതാണ് 7:30 പുലച്ചക്ക് എഴുന്നേറ്റു എന്ന് പറയുന്നത്. നാഴികയെ കുറിച്ചിട്ട് ഇവിടുന്ന് ഹരിപ്പാടേക്ക് അത്ര ദൂരല്ലേ ഉള്ളൂ. ഹരിപ്പാട്ടുള്ള ഒരാൾ നാഴികയെ കുറിച്ച് പാടിയ പാട്ട് കേട്ടിട്ടുണ്ടോ? നാഴികമണിയുടെ സ്പന്ദന ഗാനം, ഈ മനോഹര ഗാനം, പുലരിച്ചിരിക്കും സന്ധ്യ മരിക്കും, കാലം പിന്നെയുമൊഴുകും, സുഖമൊരു ബിന്ദു. ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ടാണ്. നാഴികകൾ, വിനാഴികകൾ, പിന്നെ മണിക്കൂറുകളുണ്ടായി, മിനിറ്റുകളുണ്ടായി, സെക്കൻഡുകളുണ്ടായി. ഈ കാലബോധം ഉണ്ടായത് ആദ്യത്തെ ത്രികാലബോധത്തിൽ നിന്നാണ്. ആ ത്രികാലബോധത്തിനെയാണ് ഓം എന്ന് പറയുക. എന്താണ് ഈ ത്രികാലബോധം? പക്ഷിമൃഗാദികൾക്ക് ഒരു കാലമേ ഉള്ളൂ, നിലവിലുള്ള കാലം. അവർക്ക് ഭൂതകാലമില്ല.
അവർക്ക് ഈ പ്രദേശത്തിന്റെ ചരിത്രം അറിയാമോ? ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം അറിയാണോ? ഇല്ല. കടന്നു വന്ന വഴികൾ അറിയില്ല. ഒരു പക്ഷിമൃഗാദികൾക്കും അതിന്റെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും അറിയില്ല. അതിന്റെ വംശത്തിന്റെ പ്രത്യേകതകൾ അറിയില്ല. ആ കടന്നു വന്ന വഴികളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഭൂതകാലം, അല്ലേ? കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ. വടകര വത്സം മാഷ് എഴുതിയ പാട്ടാണ്. വർത്തമാനകാലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പക്ഷികൾക്കും മൃഗങ്ങൾക്കെല്ലാം വർത്തമാനകാലമുണ്ട്. പിന്നെ ഭാവി കാലം. മനുഷ്യന് ഭാവി കാലം എന്ന ചിന്തയുണ്ടായപ്പോഴാണ് അവൻ അളന്നു കൂട്ടാൻ തുടങ്ങിയത്, സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയത്. പക്ഷിമൃഗാദികളൊന്നും അളന്നു കൂട്ടുന്നില്ല, സൂക്ഷിച്ചു വെക്കുന്നില്ല. ആകാശത്തിലെ കുരുവികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അളന്നളന്ന് കൂട്ടുന്നില്ല. മനുഷ്യന് മാത്രമേ ഭാവി കാലമുള്ളൂ. അപ്പൊ ഇതാണ് ത്രികാലം: ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. ഈ ത്രികാലം, ആ ത്രികാലത്തിൽ നിന്നാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന മൂന്ന് കാലത്തിൽ നടക്കുന്ന കർമ്മത്തെ പറ്റി ചിന്തയുണ്ടായത്. ഭൂതകാലത്തിൽ നടന്ന കർമ്മം, ആദ്യത്തെ കർമ്മം സൃഷ്ടി. ആരാ ഇത് സൃഷ്ടിച്ചത്? ഈ ചിന്തയിൽ നിന്നാണ് പരബ്രഹ്മത്തിലേക്ക് എത്തുന്നത്. മനസ്സിലായോ? ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു പരബ്രഹ്മമൂർത്തി സകല ചരാചരങ്ങളെയും. ഇപ്പൊ ബ്രഹ്മാവ് സൃഷ്ടിച്ചത് മനുഷ്യനെയാ, അല്ലെ? മുഖത്തു നിന്ന് ബ്രാഹ്മണനെ, കയ്യിൽ നിന്ന് ക്ഷത്രിയനെ. പരബ്രഹ്മത്തിനേക്കാൾ എത്രയോ താഴെയാ ബ്രഹ്മാവ്. കർത്താവ് അല്ലാഹു എല്ലാം താഴെയാ. പരബ്രഹ്മമാണ് ഏറ്റവും മുകളിൽ. എല്ലാം സൃഷ്ടിച്ചത്, ദൈവത്തെയും സൃഷ്ടിച്ചത് പരബ്രഹ്മമാണ്. ഭൂതകാല ബോധത്തിൽ നിന്നാണ്, ഉണ്ടായത് എന്ന ചിന്തയിൽ നിന്നാണ് ഉണ്ടാക്കിയവൻ എന്ന ചിന്തയിലേക്ക് എത്തിയത്. ഉണ്ടാക്കിയവൻ, ആ ഉണ്ടാക്കിയവൻ സൃഷ്ടി. രണ്ടാമത് പരിപാലിക്കുന്നവൻ, നിലവിലുള്ളതിനെ കൊണ്ടുപോകണ്ടേ? കൊണ്ടുപോകുന്നവൻ പരിപാലകൻ. പിന്നീട് സംഹാരകൻ. എന്താ സംഹാരൻ? ഇതെല്ലാം ഇല്ലാതാക്കുന്നവനല്ല സംഹാരം. നിലവിലുള്ള രൂപത്തെ മാറ്റുന്നവൻ, അതാണ് സംഹാരകൻ. ഈ പ്രപഞ്ചത്തെ നിലവിലുള്ള രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ പറ്റൂ, അല്ലാതെ ഇല്ലാതാക്കാൻ പറ്റില്ല. നിലവിലുള്ള രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം. നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു 500 ആളുകൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഒരു 10,000-കണക്കിന് ആളുകൾ ഭക്ഷണശാലയിലുമുണ്ട്. ഇവരെല്ലാം ഇവിടെ വരുമ്പോൾ കുളിച്ചില്ലേ? കുളിച്ചു. കുളിച്ചിട്ട് മുഖം ചീകാൻ, മുടി ചീകാൻ, മുഖത്ത് പൗഡർ ഇടാൻ, പൊട്ട് തൊടാൻ ഒന്ന് കണ്ണാടിയിൽ നോക്കിയില്ലേ? നോക്കി. നോക്കിയ ആ തലയുണ്ടല്ലോ, 1.5 തേങ്ങയുടെ വലുപ്പമുള്ള തല. ഈ തല 100 കൊല്ലം കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവും? ഇതേ രൂപത്തിൽ നിൽക്കുവോ? ആ തല എവിടെ ഉണ്ടാവും? ഇതിനെക്കുറിച്ച് തിരുനൈനാർ കുറിച്ചി എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. തിരുനൈനാർ കുറിച്ചി എഴുതിയ, കമുകറ പുരുഷോത്തമൻ എഴുതിയൊരു പാട്ടുണ്ട് ഈ തലയെക്കുറിച്ച്. തിലകം ചാർത്തി ചികിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ, ഉലകം വെല്ലാനുറ ഉഴറിയ നീയും വിലപിടിയാതൊരു തലയോടായി മാറൂലേ? ഇത് വെറും തലയോടാവും. ഈ ശിവന്റെ കയ്യിൽ, ശിവനൊരു മറ്റൊരു പേരുണ്ട്. ശിവന്റെ മറ്റൊരു പേര് കപാലഹസ്തൻ എന്നാണ്. കപാലഹസ്തൻ, തലയോട്ടി കയ്യിലേന്തിയിരിക്കുന്നവൻ. എന്തിനാ ശിവൻ തലയോട്ടി കയ്യിലേന്തിയ? എല്ലാ ഭക്തന്മാരോട് പറയാ, നീയും ഇതേ കോലത്തിലാവും ഒരു ദിവസം, നീയും ഇതേ കോലത്തിലാവും. ഈ സന്ദേശമാണ് രാമായണത്തിലെ ലക്ഷ്മണോപദേശത്തിൽ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പൊ പരബ്രഹ്മവും സൃഷ്ടിസ്ഥിതി സംഹാരവും രാമായണവും തമ്മിലുള്ള ദാർശനിക ബന്ധം മനസ്സിലായില്ലേ? എന്താ രാമൻ പറയുന്നത്? മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ എന്ന ആശയം എവിടുന്നാ കിട്ടിയ?
ബ്രാഹ്മണോ അഹം നരേന്ദ്രോ അഹം ആഢ്യോഹമെന്നാമ്രേഡിതം കലർന്നീടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാട്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴെ കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ MLA ആണ്, ഞാൻ MP ആണ്, ഞാൻ ബ്ലോക്ക് പഞ്ചായത്താണ്, ഞാൻ ജില്ലാ പഞ്ചായത്താണ്, ഞാൻ പ്രസിഡന്റാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞിടും ദശാന്തരേ. മൃഗങ്ങൾ പിടിച്ചു തിന്നും. പണ്ടത്തെ ആളുകൾ, പണ്ട് മൃഗങ്ങൾ ഇഷ്ടം പോലെ നാട്ടിലുണ്ടായിരുന്നു. കുറെ ആളെ മൃഗങ്ങൾ പിടിച്ചു തിന്നും. മൃഗങ്ങൾ പിടിച്ചു തിന്ന ബ്രാഹ്മണന്റെ കാഷ്ടം സ്വർണത്തിന്റെ ആവോ? ഇല്ല. ഏതൊരാളെ തിന്നാലും കാട്ട ഒരുപോലെയാവുക, കാട്ടിച്ചു പോകില്ല. തീയിൽ വെച്ച കത്താതിരിക്കുവോ? MLA-നെയും MP-നെയും വെച്ച കത്താതിരിക്കുവോ? ഇല്ല. ബന്ധു വെണ്ണീറായി പോകും, എല്ലാം ചാരമായി പോകും. മണ്ണിനുള്ളിൽ കുഴിച്ചിട്ടാൽ ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബോഡിയാ, തിന്നണ്ട എന്ന് ഏതൊന്നും കൃമി തീരുമാനിക്കുവോ? ഇല്ല. മണ്ണിനു കീഴെ കൃമികളായി പോകില്ല. MLA യോഗം, മന്ത്രിയോഗം, MP യോഗം എന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ. ഭീകരവാദി വെടിവെച്ചു പോകിലാം, ബോംബ് പൊട്ടി മരിച്ചു പോയിടിലാം, എല്ലാം പോവും. സംഹാരം ഈ രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്കുള്ള മാറ്റമാണ്. ആ മാറ്റത്തിന് വിധേയമാണ് നമ്മളെല്ലാം. മാറാത്തതൊന്നും ഈ ലോകത്തില്ല. ശരീരമായാലും മനസ്സായാലും പ്രകൃതിയായാലും എല്ലാം മാറും. അതാണ് സംഹാരം. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതിന് മൂന്നിനും ഓരോ സംസ്കൃത അക്ഷരങ്ങളിലൂടെയാണ് പറയുന്നത്. സംസ്കൃതത്തിൽ ഓരോ അക്ഷരത്തിനും ഓരോ പേരുണ്ട്, പ്രത്യേകതയുണ്ട്. മലയാള ഭാഷയിൽ 2 അക്ഷരം കൂടിയാലേ ഒരു വാക്കുണ്ടാവുന്നുള്ളൂ. എന്നാൽ സംസ്കൃത ഭാഷയിൽ ഓരോ അക്ഷരവും ഓരോ വാക്കാണ്, അർത്ഥമുള്ള വാക്കാണ്. ഇപ്പോൾ ഇവിടെ രാമായണ പാരായണം നടത്തുമല്ലോ. രാമായണ പാരായണം നടത്തുമ്പോൾ എല്ലാ ദിവസവും ശ്രീരാമ രാമ രാമ എന്ന് പാടും. എന്തിനാ എല്ലാ ദിവസവും ശ്രീരാമ എന്ന് പാടുന്നത്? ശ്രീരാമനെ പുകഴ്ത്താൻ. കൗസല്യാപുത്രനായ ദശരഥപുത്രനായ ശ്രീരാമനെ ജപിക്കുന്നതാണോ ശ്രീരാമ എന്ന് വിളിക്കുന്നത്? അല്ല. ശ്രീരാമ എന്ന് പറയുന്നത് കർക്കടക മാസത്തിലാണ് ജ്യേഷ്ഠാ ഭഗവതി കളിയാടുക. എന്താ കർക്കടക മാസം? നല്ല മഴക്കാലം, അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി ഉണ്ടാവും. ഹ്യൂമിഡിറ്റി ഉണ്ടാവുമ്പം ബാക്ടീരിയകളും ഫംഗസുകളും വൈറസുകളും വർദ്ധിക്കും. ജലജന്യ രോഗങ്ങൾ പടരും, പകർച്ചവ്യാധികൾ പടരും. ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിലിരിക്കുമ്പോൾ മനസ്സിൽ ദുഷ്ടത കയറും. അപ്പോൾ മനസ്സിനകത്തും അന്തരീക്ഷത്തിലും നാട്ടിലുമെല്ലാം ജ്യേഷ്ഠ കളിയാടും. റോഡുമലെല്ലാം ചെളിയാവും, വഴിയിലെല്ലാം കുണ്ടും കുഴിയാവും, നാട്ടുകാർ പരസ്പരം ചീത്ത പറയും, മഴയത്ത് പോകാതിരിക്കുമ്പോൾ വെറുപ്പ് വരും, അസഹിഷ്ണുത വളരും. അപ്പൊ ജ്യേഷ്ഠ മനസ്സിൽ കുടിയേറും, നാട്ടിൽ കുടിയേറും. ജ്യേഷ്ഠന്റെ അനുജത്തി വേറെയുണ്ട്, ഐശ്വര്യം, ശ്രീബോധി, ശ്രീഭഗവതി. ജ്യേഷ്ഠ മൂത്തവള. ജ്യേഷ്ഠയെ പറ്റിയുള്ള സങ്കല്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ പൊട്ടി എന്നാ പറയാ. പൊട്ടി, ഈ ബസൂരിമാല എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ? ജ്യേഷ്ഠ ഭഗവതി കളിയാടുന്നതാ. പണ്ടത്തെ ആളുകൾ കുളിച്ചാല് ആദ്യം പുറന്തോർത്തിയിട്ടേ മുഖം തോർത്തു. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഈ നമ്മൾ കുളിച്ചാൽ ഈ 2 ഭഗവതി നമ്മുടെ ശരീരത്തിൽ കയറി കൂടുന്ന സങ്കല്പം. അപ്പൊ മുന്നിൽ നടക്കുന്ന ജ്യേഷ്ഠയാണ്. ആദ്യം തോർത്തുന്നിടത്ത് ജ്യേഷ്ഠ കയറിയിരിക്കും, പിന്നിൽ വരുന്ന ഐശ്വര്യമാണ്. രണ്ടാമത് തോർത്തുന്നിടത്ത് ഐശ്വര്യം കയറിയിരിക്കും. അപ്പൊ ജ്യേഷ്ഠനെ ആദ്യം വരുമ്പോ പുറത്താക്കി, രണ്ടാമത് മുഖം തോർത്തുമ്പോ മുഖത്ത് ഐശ്വര്യം ഉണ്ടായി. അതാണ് ഈ പുറന്തോർത്തി മുഖം തോർത്തുന്നത്. മനസ്സിലായോ? ഇതൊക്കെ ഓരോ സങ്കല്പമാണ്. അങ്ങനെ ജ്യേഷ്ഠ കളിയാടുമ്പോ ജ്യേഷ്ഠയെ പറഞ്ഞേക്കണമെങ്കിൽ എന്ത് വേണം? ഐശ്വര്യം വരണം. അപ്പൊ ഈ കർക്കടകം എന്ന വാക്കിന് അർത്ഥം അറിയാവോ? ക്യാൻസർ എന്നാട്ടോ. കർക്കടകം എന്ന വാക്കിന് ക്യാൻസർ എന്നർത്ഥം. ക്യാൻസറിന്റെ മലയാളി അറിയാവോ? ഞണ്ട്. ഞണ്ടിന്റെ ഇംഗ്ലീഷാ ക്യാൻസർ. ഞണ്ടുകളുടെ നാട്ടിൽ എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ, ക്യാൻസർ ബാധിച്ച കഥയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ദുഷ്ടവികാരങ്ങൾ നമ്മുടെ മനസ്സിനെ ഞണ്ടിനെ പോലെ കാർന്നു തിന്നുന്നതാണ്. ക്യാൻസർ ശരീരത്തെ കാർന്നു തിന്നുന്നത് കൊണ്ടാണ് ക്യാൻസർ എന്ന് പേര് വന്നത്. ഞണ്ട് എന്ന് പറഞ്ഞാൽ ആകാശത്ത് നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചിത്രം വരച്ചാൽ ഞണ്ടിന്റെ ചിത്രം കിട്ടുന്നത് കൊണ്ടാണ് ഈ കർക്കടക മാസത്തിൽ കർക്കടകം എന്ന് പേര് വന്നത്. കർക്കടകം ഞണ്ട. അടുത്ത മാസം സിംഹത്തിന്റെ ചിത്രം കിട്ടും, അടുത്ത മാസം സിംഹത്തിന്റെ ചിത്രം കിട്ടും. അതാ സിംഹമാസം എന്ന അടുത്ത മാസത്തിന്റെ പേര്. പക്ഷേ മലയാള ഭാഷയിൽ എഴുത്തച്ഛനും ചെറുശ്ശേരിയുടെയും കാലഘട്ടത്തോടെയാണ് സംസ്കൃത അക്ഷരമാല നമ്മൾ സ്വീകരിച്ചത്.
12-ാം നൂറ്റാണ്ടിലുണ്ടായ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായ ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ടിൽ ദ്രമിഡ സംഘാതാക്ഷര നിമിത്തമാണ്. അതിൽ ശാഷാസാഹ എന്നുള്ള അക്ഷരമൊന്നുമില്ല. അതുകൊണ്ട് സിംഹം എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ചിങ്ങം എന്ന് പറഞ്ഞു. അതാ അടുത്ത മാസം ചിങ്ങം എന്ന് പേര് വന്നു. മനസ്സിലായോ? കന്നിക്ക് കന്നി എന്നെങ്ങനെയാ പേര് വന്നത്? കന്യക. വിവാഹിതയാവാത്തൊരു പെണ്ണ് താടിക്ക് കയ്യും കൊടുത്തിട്ട് പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കാറുണ്ടല്ലോ എന്ന മട്ടിൽ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം കിട്ടിയാൽ കന്യകമാസം. അതാ കന്നിമാസം. തുലാഭാരം തൂക്കുന്നില്ലേ ഇവിടെ? തുലാഭാരം. തുലാസ് എന്ന് പറഞ്ഞ ത്രാസിന്റെ ചിത്രം കിട്ടിയ തുലാമാസം. വൃശ്ചികം തേളിന്റെ ചിത്രം കിട്ടിയ വൃശ്ചികമാസം. ധനുസ് വില്ല്, ധനുസേന്തി നിൽക്കുന്ന ഭടന്റെ ചിത്രം കിട്ടിയ ധനുമാസം. മകരം എന്ന് പറഞ്ഞാൽ നർമ്മദാദേവിയുടെ വാഹനമായ മകരമത്സ്യം, മുഖം മുതലയും ഒടല് മീനുമായിരിക്കുന്ന മകരമത്സ്യത്തിന്റെ ചിത്രം കിട്ടിയ മകരമാസം. കുംഭം എന്ന് പറഞ്ഞ പാത്രത്തിന്റെ ചിത്രം കിട്ടിയാൽ കുംഭമാസം. മീനും സാധാരണ പരൽമീനിന്റെ ചിത്രം കിട്ടിയ മീനമാസം. ആടിന്റെ ചിത്രം കിട്ടിയ മേടമാസം. കാളയുടെ ചിത്രം, ഇടവെന്ന് പറഞ്ഞാൽ കാളാന്ന, കാളയുടെ ചിത്രം കിട്ടിയ ഇടവമാസം. മിഥുനം, ഭാര്യയും ഭർത്താവും വളരെ സ്നേഹത്തോടെ അഭിമുഖരായി ഇരിക്കുന്ന ചിത്രം കിട്ടിയാൽ മിഥുനമാസം. ഇങ്ങനെയൊക്കെയാ മാസത്തിന് പേര് വന്നത് കേട്ടോ. അപ്പൊ ഈ കർക്കടക മാസത്തിൽ ജ്യേഷ്ഠാ ഭഗവതി കളിയാടുമ്പോ ഐശ്വര്യദേവതനെ വിളിക്കണ്ടേ? ഐശ്വര്യദേവത വരണമെങ്കിൽ ഭർത്താവിനെയും വിളിക്കണ്ടേ? നിങ്ങളൊരു വീട്ടിൽ പോയിട്ട് ആ വീട്ടിലുള്ള ഭർത്താവിനോട് കല്യാണം പറയാതെ, വിവാഹം ക്ഷണിക്കാതെ പെണ്ണുങ്ങളോട് മാത്രം പറഞ്ഞാൽ ഭർത്താവും വരൂല, ഭർത്താവ് പെണ്ണുങ്ങളെ വരാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് എന്ത് വേണം? പെണ്ണുങ്ങളുടെ ഭർത്താവിനെ ആദ്യം ക്ഷണിക്കണം. ആരാത്? ശ്രീ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി. മഹാലക്ഷ്മിയെ രമിപ്പിക്കുന്നവനാരാ? രമിപ്പിക്കുന്നവൻ മഹാവിഷ്ണു. ശ്രീയെ രമിപ്പിക്കുന്നവൻ അതാ ശ്രീരാമൻ. ശ്രീരാമൻ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? ശ്രീരാമ. ഈ ജ്യേഷ്ഠാ ഭഗവതിയെ ഒഴിവാക്കാൻ ഐശ്വര്യദേവതയും കൂട്ടി വാ രാമ, എന്റെ വീട്ടിലും നാട്ടിലും വാ രാമ. അതാണ് ഈ ഇടക്കിടക്ക് ശ്രീരാമ എന്ന് പറയുന്നത്. അടുത്ത രാമനോ? അടുത്ത രാമൻ പുറത്ത് വെളിച്ചം പോരല്ലോ, പുറത്ത് പോരെ ഐശ്വര്യം, അകത്ത് ഐശ്വര്യം വേണ്ടേ? അകത്ത് ദുഷ്ടതയുണ്ട്, അസഹിഷ്ണുതയുണ്ട്, അസൂയയുണ്ട്, പ്രതികാരമുണ്ട്, ആർത്തിയുണ്ട്. 6 അന്ധകാരം നമ്മുടെ ഉള്ളിലുണ്ട്. ഏതാ 6 അന്ധകാരം? കാമക്രോധ ലോഭമോഹ മത മത്സര്യങ്ങൾ. ലക്ഷ്മണനോട് രാമൻ പറയുന്നുണ്ട്, നിന്റെ ശത്രു ആരാ? നിന്റെ ശത്രു കൈകേയി അല്ല. കൈകേയിയെ കൊല്ലാൻ പുറപ്പെടുക. രാമന്റെ അഭിഷേകം മുടങ്ങിയപ്പോ ലക്ഷ്മണൻ വില്ലും കൊലച്ചിട്ട് ഞാൻ കൈകേയിനെയും കൊല്ലും ദശരഥനെയും കൊല്ലും ഞാൻ, എന്ത് തോന്നിയാസാന്ന് പറഞ്ഞിട്ട് കത്തിജ്വലിച്ച് നിൽക്കുമ്പോഴാണ് രാമൻ വിളിച്ചിട്ട് ലക്ഷ്മണനോട്, വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ, നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ എന്ന് പറഞ്ഞു ഉപദേശിക്കുന്നതിൽ പറയാ, ലക്ഷ്മണനോട് പറയാ, എന്ത്? ആരാ ശത്രു? തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയ നീ. നമ്മുടെ ശത്രു ആരാ? കമ്മ്യൂണിസ്റ്റിന്റെ ശത്രു ബിജെപിയും, ബിജെപിന്റെ ശത്രു കമ്മ്യൂണിസ്റ്റും, കോൺഗ്രസിന്റെ ശത്രു കമ്മ്യൂണിസ്റ്റും ഒന്നും അല്ല. ആരാ ശത്രു? ഇന്ത്യന്റെ ശത്രു പാകിസ്ഥാനും, പാകിസ്ഥാന്റെ ശത്രു ഇന്ത്യയും അല്ല. ഇസ്രായേലിന്റെ ശത്രു ഗാസയും, ഗാസയുടെ ശത്രു പാലസ്തീന്റെ ശത്രു ഇസ്രായേലും അല്ല. ഇറാന്റെ ശത്രു അമേരിക്കയും, അമേരിക്കന്റെ ശത്രു ഇറാനും അല്ല. ഇതിനെല്ലാം കാരണക്കാര് നമ്മുടെ ഉള്ളിൽ 6 ശത്രുക്കളുണ്ട്, അന്ധകാരമുണ്ട്. എന്താണ്? കാമം. കണ്ടതെല്ലാം എനിക്ക് വേണം, എല്ലാം എനിക്ക് വേണം, കാമം. 2 ദേഷ്യം വരിക, ക്രോധം. 1 പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരിക. ഈ ഇവിടെ കഴിഞ്ഞ വർഷമല്ലേ കേരളത്തിൽ ഒരു പയ്യൻ ഉമ്മ ഫോണ് നോക്കുമ്പോൾ ഉമ്മ ഫോണ് വാങ്ങി വെച്ചു. അപ്പൊ കത്തി എടുത്തിട്ട് ഉമ്മാനൊരു കുത്ത്. ഉമ്മ ചത്തുപോയി എന്ന് വിചാരിച്ചിട്ട് ഉമ്മാന്റെ ഉപ്പാനെ പോയിട്ട് കൊന്നു കളഞ്ഞു. കാരണം ഇയാൾ വന്ന് ചീത്ത പറയുന്നു പേടിച്ചിട്ട്. ഉമ്മാന്റെ ഉപ്പ ചത്തപ്പോ അയാൾ അനിയൻ വന്നിട്ട് ചീത്ത പറയുന്നു പേടിച്ചിട്ട് അനിയനെ പോയി കൊന്നു. വൈകുന്നേരം ആകുമ്പോൾ 5 ആളെയും കൊന്നിട്ട് വരുമ്പോൾ ഉമ്മ ചത്തിട്ടില്ല. കേരളത്തിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി ചെയ്തതാ. കാരണം എന്താ? ക്രോധം. പെട്ടെന്ന് ദേഷ്യം വരിക, കാമക്രോധം. ലോഭം. എന്താ ലോഭം? ധൂർത്ത്. നിങ്ങൾ അറിയുമോ, ഈ ലോകത്താകെയുള്ള ഹോട്ടലുകളിൽ വിളമ്പുന്ന ഭക്ഷണത്തിൽ ബാക്കി വെക്കുന്നതും നമ്മുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്നതുമായ ഭക്ഷണമില്ലേ,
തിന്നാണ്ട് ഒഴിവാക്കുന്നത്? ഈ ഭക്ഷണം മാത്രമുണ്ടെങ്കിൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യന്റെയും പട്ടിണി ഇല്ലാതാക്കാൻ പറ്റും. നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ അത് എത്രയോ ആളുകൾക്ക് അവകാശപ്പെട്ട ഭക്ഷണമാ. അത് അവരുടെ ഭക്ഷണം നിങ്ങൾ നിഷേധിക്കുക. ലോഭം നടത്തരുത്, ധൂർത്തടിക്കരുത്. ബിരിയാണി തിന്നിട്ടുണ്ടോ? ബിരിയാണി. എന്നാൽ ബിരിയാണി കഴിഞ്ഞ 15 വർഷമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച ബിരിയാണി കാസർകോട്ടെ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണിയാണ്. കണ്ടിട്ടുണ്ടോ? എല്ലാ അമ്മമാരും കുട്ടികൾക്ക് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി വാങ്ങി കൊടുക്കണം. ആ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കഴിച്ച് ഒരു കുട്ടിയും ഒരു തരി വറ്റ് വെറുതെ കളയില്ല. ബിരിയാണി എന്ന് പറഞ്ഞൊരു കഥയാ. കഴിഞ്ഞ 10-15 വർഷമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച കഥയാണ് ബിരിയാണി. അത് വായിച്ചൊരു കുട്ടിയും ഭക്ഷണം ദൂർത്തടിക്കില്ല. ലോഭം പാടില്ല. കാമക്രോധ ലോഭം, പിന്നെ മോഹം എല്ലാം വേണം. 10 കിട്ടുകിൽ 100 മതി എന്നും ശതമാകിൽ സഹസ്രം മതി എന്നും, സ്കൂട്ടർ ഉള്ളവൻ ബൈക്ക് മതി എന്നും, ബൈക്ക് വാങ്ങിയാൽ കാറ് വേണമെന്നും, 5 ആള് പോകുന്ന കാർ ഉള്ളവൻ 7 ആള് പോകുന്ന ഇന്നോവ വേണമെന്നും, ഇന്നോവ കാറ് കിട്ടിയാലോ എൻ്റെ വീട്ടിലെ ഭാര്യയ്ക്കൊരു കാർ വേണമെന്നും, ഭാര്യക്കും ഭർത്താവിനും കാർ വാങ്ങിയാൽ മക്കൾക്ക് കാർ വേണമെന്നും, ആ കാർ പിന്നീട് EV ഇലക്ട്രിക്കൽ കാർ ആകണമെന്നും, ഇങ്ങനെ മോഹങ്ങൾ പെരുകുകയാണ്. എപ്പോഴെങ്കിലും തൃപ്തിയാകുമോ? തൃപ്തിയാകാ മനസ്സിനൊരു കാലം ഒരിക്കലും മോഹം തീരില്ല. മോഹിച്ചിട്ട് അവസാനം കണ്ണടക്കാതെ വായും തുറന്ന് മരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ആഗ്രഹം തീരാതെ കിട്ടിയതിൽ തൃപ്തി അടയാൻ പറ്റുമോ? അതാണ് ചോദ്യം. കണ്ണിൽ കാൺമത് കനിയായി മറയും, കാണാത്തതു നാം എങ്ങനെ അറിയും, ഒന്നു നിനയ്ക്കും മറ്റൊന്നാകും, മണ്ണിതുമായ നാടകമല്ലോ. കേട്ടിട്ടില്ലേ? ഇതും കമുകറ പുരുഷോത്തം പാടിയതാ. ഇങ്ങനെ മോഹത്തിന്റെ പുറകെ ഓടിയിട്ട് തൃപ്തിയാകാതെ മരിച്ചു. എന്തായാലും മരിച്ചു പോവല്ലോ. നമ്മൾ മരിക്കാതെ ആരെങ്കിലും ഇവിടെ നിൽക്കുമോ? എല്ലാവരും മരിക്കും. അപ്പോൾ ലോഭം, മോഹം, പിന്നെ മതം, അഹന്ത, അമ്പട ഞാനാണ്, ഞാൻ മാത്രം ശരി, നീ ഒന്നും ശരിയല്ല, അല്ലേ? ഇത് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന നമ്മൾ വീട്ടിൽ നിന്ന് എന്താ ചർച്ച? അതാരാ പോകുന്നത്? ഗോപാലൻകുട്ടി മഹാവൃത്തിയോട്ടോനാ. അതേതാ? കൃഷ്ണൻ നായർ തീരെ പോക്ക, ബഷീർ പോക്ക, പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിനും കൊള്ളൂല, പഞ്ചായത്ത് പ്രസിഡന്റ് പോക്ക, MLA പോക്ക, മന്ത്രി പോക്ക, മുഖ്യമന്ത്രി പോക്ക, പ്രധാനമന്ത്രി പോക്ക, എല്ലാവരും മോശമാണ്. ലോകത്ത് ഒരാളേ ഉള്ളൂ നല്ലത്. അതാരാ? ഞാൻ മാത്രം. ഇത് കേട്ട് കുട്ടികളുടെ മനോഭാവം I am okay, you are not okay. ഞാൻ മാത്രം ശരി, നീ ഒന്നും ശരിയല്ല. ഇതാണ് അഹന്തയുണ്ടാക്കുന്നത്. ലോകത്തിൽ എല്ലാ കലാപങ്ങൾക്കും കാരണം 6 ശരിയാണ്. ആ 6 ശരിയാണ് എല്ലാ തെറ്റും ഉണ്ടാക്കുന്നത്. എന്താണ് 6 ശരി? ഒന്നാമത്തെ ശരി, ഞാൻ മാത്രം ശരി. രണ്ടാമത്തത് എൻ്റെ ജാതി മാത്രം ശരി. മൂന്നാമത്തത് എൻ്റെ മതം മാത്രം ശരി. നാലാമത്തത് എൻ്റെ ദൈവം മാത്രം ശരി. അഞ്ചാമത്തത് എൻ്റെ പാർട്ടി മാത്രം ശരി. ആറാമത്തത് എൻ്റെ രാജ്യം മാത്രം ശരി. ഈ 6 ശരി കൊണ്ടാ ലോകത്തിലുള്ള സകല കലാപങ്ങളും ഉണ്ടാവുന്നത്. ഇതാണ് മതം, അഹന്ത. പിന്നെ അടുത്തതെന്താ? മാത്സര്യം. അവനേക്കാൾ വേണം. അല്ലാതെ എനിക്കുള്ളത് തൃപ്തിയില്ല, അവന് കൂടുതലായി പോയല്ലോ. പണ്ട് ഒരാൾ ഭയങ്കരമായ തപസ് ചെയ്യാൻ പോയി. അപ്പൊ തൊട്ടാളെ അയൽവാസിക്കൊരു ഇവനെന്തെങ്കിലും ദൈവം കൊടുത്താൽ പിന്നെ ഞാനെന്തിനാ ഇവിടെ ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഇയാൾ അതിലും വലിയ തപസ് ചെയ്യാൻ പോയി. അപ്പൊ അതിലും വലിയ കടുത്ത തപസ്, തീ കൂട്ടിയിട്ട് അതിന്റെ നടുക്ക് തപസ് ചെയ്യുമ്പോൾ ദൈവം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് തീ കൂട്ടി തപസ് ചെയ്യുന്നവന്റെ മുന്നിലാണ്. കാരണം ഇവൻ ബന്ധു ചത്തുപോകും, മറ്റൊരു സമാധാനം ഉണ്ടല്ലോ. അപ്പൊ അവനോട് പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത് വെച്ചാൽ വരം ചോദിച്ചോ, പക്ഷേ നിന്നേക്കാൾ മുമ്പേ ഒരുത്തൻ തപസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി ഓന് കിട്ടും. ഇവൻ ആകെ നിരാശനായി. എനിക്കില്ലാഞ്ഞിട്ടല്ല ഞാൻ തപസ് ചെയ്യാൻ വന്നത്, എന്നേക്കാൾ അവന് കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ വന്നത്. പിന്നെ എനിക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി ഓന് കിട്ടിയ പിന്നെ ഞാനെന്തിനാ? അപ്പം ദൈവം പറഞ്ഞു, അത് മാറ്റാൻ പറ്റില്ല, നിനക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി അവന് കിട്ടും. അപ്പോൾ അവസാനം അവൻ കുറേ ആലോചിച്ചിട്ട് ഒരൊറ്റ പ്രാർത്ഥന, ദൈവമേ എൻ്റെ ഒരു കണ്ണ് പൊട്ടിപ്പോട്ടെ. എന്നാ മറ്റവൻ്റെ 2 കണ്ണും പൊട്ടിപ്പോവല്ലോ. ഇതാണ് ഭക്തൻ. മനസ്സിലായോ? ഇതാണ് മത്സര്യം. മറ്റുള്ളവർക്ക് കൂടിപ്പോകുമോ എന്ന ഭയമാണ് മത്സര്യം. ഈ 6 ശത്രുക്കൾ നമ്മുടെ ഉള്ളിലുണ്ട്.
ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരം. അന്ധകാരത്തിന് സംസ്കൃതത്തിൽ പറയുക രാ എന്നാ. രാ, ഇരുട്ട്. അപ്പൊ ഇരുട്ടിനെ പുറത്ത് കളയണമെങ്കിൽ എന്ത് വേണം? ഇരുട്ടിനെ പുറത്ത് കളയണമെങ്കിൽ രാശബ്ദോച്ചാരണ മാത്രേണ മുഖാൻ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീര്യാജ മകാരശ്ച കവാടവേൽ. രാ എന്നു അക്ഷരമുച്ചരിക്കുമ്പോൾ എല്ലാ അന്ധകാരവും പുറത്തു പോകണം. പുറത്തുപോയ അന്ധകാരം തിരിച്ചകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ മ എന്ന് വയപൂട്ടണം. ഇതാണ് രാമ രാമ എന്ന മന്ത്രത്തിന്റെ അർത്ഥം. പിടികിട്ടിയോ? അല്ലാതെ ശ്രീരാമചന്ദ്രനെ ഭജിക്കലല്ല. കാരണം രാമായണം എഴുതിയുന്നതിന് മുമ്പ് രാമരാമ എന്ന ജപമുണ്ടായില്ലേ? രാമായണം എഴുതിയത് വാൽമീകിയല്ലേ? വാൽമീകിക്ക് രാമന്റെ കഥ പറഞ്ഞു കൊടുത്തത് നാരദരല്ലേ? എന്നാൽ വാൽമീകി കാട്ടാളനായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് ഇദ്ദേഹം കാട്ടാളത്വത്തിൽ നിന്ന് മാനവത്വത്തിലേക്ക് ഉയർന്നത് എങ്ങനെയാ? രാമരാമ എന്ന് ജപിച്ച് ജപിച്ച് ഇരുന്നിടത്ത് ചെതല് പിടിച്ച് ചെതല് പുറ്റായി വളർന്നിട്ട് പുറ്റിന് സംസ്കൃതത്തിൽ വൽമീകമെന്ന് പറയും. വൽമീകത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണ് ഇയാൾ വാൽമീകിയായത്. എന്ന് പറഞ്ഞാൽ മണ്ണ് നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ മുഴുവൻ ഈ മണ്ണ് ഇല്ലാതാക്കി. എങ്ങനെ? രാമരാമ എന്ന് ചൊല്ലിയിട്ട് അന്ധകാരത്തെ പുറത്തേക്ക് തള്ളിയിട്ട്. ആ അന്ധകാരത്തെ പുറത്തേക്ക് തള്ളി ഉള്ളിൽ വെളിച്ചം നിറക്കുന്ന പ്രക്രിയയാണ് രണ്ടാമത്തെ രാമൻ. ആദ്യം സ്ത്രീയെ രമിപ്പിക്കുന്ന രാമ നീവ, രണ്ടാമത്തത് ഉള്ളിൽ അന്ധകാരം പുറത്തേക്ക് തള്ളുന്ന രാമ. അതാണ് ശ്രീരാമ രാമ എന്ന് എല്ലാ ദിവസവും ചൊല്ലുന്നതിന്റെ അർത്ഥം. പിടികിട്ടിയോ? അങ്ങനെ രാമായണ പാരായണം നടത്തുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിലും നാടിൻ്റെ സംസ്കാരത്തിലും ഉണ്ടാകേണ്ട മാറ്റം? എന്തിനാ രാമായണം പാരായണം ചെയ്യുന്നത്? പാരായണം